ഹായ് ഹലോ നമസ്തേ വെൽക്കം ടു 48 ഫ്രെയിംസ് മലയാളം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണത് ട്രോമ ബോണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ടേം ഉണ്ടല്ലോ, ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത് വളരെയധികം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ്. കുറച്ച് നാൾ മുന്നേ തന്നെ ഞാൻ ഈ 12th ഗ്രേഡിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇരുന്ന് ഈ ഒരു വേർഡിനെ കൂടെ യൂസ് ചെയ്യുന്ന കേട്ടു. അപ്പോഴാണ് ഞാൻ അവരോട് ചോദിച്ചത്, വാട്ട് എക്സാക്ട്ലി ഡു യു മീൻ? നിങ്ങൾ ഈ വേർഡ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാനത് അവളുമായിട്ട് ഷെയർ ചെയ്യും, അവൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് എന്നോടും ഷെയർ ചെയ്യും, ആൻഡ് വി ബോണ്ട് ഓവർ ഈ പ്രശ്നങ്ങൾ എന്നാണ് പറഞ്ഞത്. സോ ഇങ്ങനെ കോമൺലി ആയിട്ട് ഈ ഒരു വേർഡ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോണത് is a different trauma bonding altogether. ഇതിന് ഫസ്റ്റ് ഈ ട്രോമ ബോണ്ടിങ് എന്ന വേർഡ് യൂസ് ചെയ്തത് 1990s ബൈ എ സൈക്കോളജിസ്റ്റ് കോൾ പെട്രീഷ്യ ഇവാൻസ്. ഇത് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. ഇതിൽ 2 ആൾക്കാരുണ്ടാവും. അതിൽ ഒരാൾ ഒരു അബ്യൂസർ ആയിരിക്കും, മറ്റൊരാൾ ഒരു വിക്റ്റിം ആയിരിക്കും. അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ബേസിസ് എന്ന് പറയുന്ന ഒരു നല്ലൊരു സൈക്കിൾ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഹേർട്ട് ചെയ്യുക, പിന്നെ എഫെക്ഷൻ കാണിക്കുക, വീണ്ടും ഹേർട്ട് ചെയ്യുക, വീണ്ടും എഫെക്ഷൻ കാണിക്കുക. സോ ഈ ഒരു സൈക്കിളാണ് അവരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. ഇതിൽ ലവ് എന്ന് പറയുന്ന ബേസിസ് അല്ല, ഈ ഒരു സൈക്കിളിൻ്റെ ബേസിസിലാണ് ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവുക. ഇതിലൊരു ഇമോഷണൽ എലിമെൻറ്റ്, ആ എഫെക്ഷൻ എന്നൊരു ഇമോഷണൽ എലിമെൻറ്റ് ഉള്ളത് കൊണ്ട് വിക്ടിമിന് ഇതിന്ന് പുറത്ത് വരാൻ പറ്റാറില്ല. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ട്രോമ ബോണ്ടിങ്. ഇപ്പം ആരൊക്കെയാണ് ഇതിലോട്ട് ഈസിലി വീഴുക, ഇല്ലെങ്കിൽ ഈസിലി ഇതുപോലത്തെ ഒരു ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പിലോട്ട് വരിക എന്ന് വെച്ചാൽ, പീപ്പിൾ ഹൂ ഹാവ് ലോ സെൽഫ് എസ്റ്റീം. ഈ സെൽഫ് എസ്റ്റീം ലോ ആണെന്ന് വെച്ചാൽ നമ്മൾക്ക് കൂടുതലും പ്രശ്നങ്ങൾസ് അല്ലാതെ വേറെ നല്ല കാര്യങ്ങളൊന്നും നടക്കില്ല. സോ സെൽഫ് എസ്റ്റീമിന് നിങ്ങൾ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഓക്കെ, സെൽഫ് എസ്റ്റീം ആർക്കൊക്കെ ലോ ആണോ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ പെടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഉള്ളത് ആരൊക്കെയാണോ ഇമോഷണലി വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ടുള്ള അവർ. പിന്നെ ഉള്ളത് ആരൊക്കെയാണോ ഒരുപാട് പാർട്ട്ണറായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണെങ്കിലും എനിക്ക് ആൾ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുന്നുള്ള ഒരു തിങ്കിങ്ങിലുള്ള ഒരാൾ. പിന്നെ ഉള്ളത് ആർക്കൊക്കെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, സപ്പോർട്ട് അത്യാവശ്യമാണ് അവർക്ക്. സോ ഇങ്ങനെയുള്ള കുറച്ച് കാറ്റഗറി ഓഫ് പീപ്പിളാണ് ഇതിലോട്ട് ഈസിലി എന്താ പറയുക വൾണറബിൾ ടു ബി ഇൻ ദിസ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പം നിങ്ങൾ ചിന്തിക്കും ഇതിലെന്താണ് അത്ര വലിയൊരു സംഭവമായിട്ടുള്ളത് എന്നുള്ളത്. എവ്രി ഡേ ദേ ആർ യൂസ് ടു ദിസ് പെയിൻ. എത്രത്തോളം അവർ കെയർ കാണിക്കുമോ ഓർ എഫെക്ഷൻ കാണിക്കുമോ അതിൻ്റെ ഇരട്ടിയായിരിക്കും പിന്നെ ഹേർട്ട് ചെയ്യുക, പിന്നെ അതിനേക്കാളും കൂടുതലായിരിക്കും എഫെക്ഷൻ കാണിക്കുക. സോ ദേ ആർ ആക്ച്വലി സ്റ്റക്ക് ഇൻ ഇറ്റ്. ഇപ്പം ചിലവർക്കൊക്കെ ചെറിയൊരു ഡൗട്ട് ഉണ്ടാവാം, ഇതിങ്ങനെ ആണോ, ഞാൻ അതുപോലത്തെ ഒരു റിലേഷൻഷിപ്പിലാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ദർ ആർ ഫ്യൂ തിങ്സ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഡു യു ഫീൽ കൺഫ്യൂസ്ഡ്? നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടോ? ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ ട്രാപ്ഡ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്നോ നാളെയോ ആൾ മാറും എന്നൊരു ഫീലിംഗ്, ഇല്ലെങ്കിൽ ഒരു ഹോപ്പിലാണോ ജീവിക്കുന്നത്? ഇല്ലെങ്കിൽ ഇത് ഓക്കെ ആണ്, എന്തൊക്കെയാണെങ്കിൽ ഹീ വിൽ ലവ് മീ ലേറ്റർ ഓൺ, ഇല്ലെങ്കിൽ ഹീ വിൽ ഷോ മീ കെയർ ലേറ്റർ ഓൺ, ഇപ്പം ചെയ്തതൊക്കെ ഓക്കെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇതുപോലത്തെ ചില പോയിന്റ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫസ്റ്റ് ടോക്ക് ടു എ ഫ്രണ്ട് ഇല്ലെങ്കിൽ ഫാമിലി മെമ്പർ. നിങ്ങൾക്കിതൊന്ന് പുറത്ത് വരണമെന്നുണ്ട്, പക്ഷെ വരാൻ പറ്റുന്നില്ല, നിങ്ങളൊരു ഹോപ്പിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു കാരണം കണ്ടുപിടിക്കുകയാണ്, ഇന്ന് മാറും നാളെ മാറും എന്നുള്ളൊരു കാരണം കണ്ടുപിടിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, യു നീഡ് ടു ഫസ്റ്റ് ടോക്ക് വിത്ത് എ ഫ്രണ്ട് ഓർ എ ഫാമിലി മെമ്പർ. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ, ഇഫ് ദ മൊമെൻറ്റ് യു റിയലൈസ് ആൻഡ് അക്സെപ്റ്റ് ഇതാണ് എന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ക്ലിനീഷ്യനെ അപ്രോച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പം ഇത് എത്ര നാളെടുക്കും നമ്മൾ ഇതിൽ നിന്നൊന്ന് പുറത്ത് വരാൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓരോ ആൾക്കാർക്കും ഓരോ രീതിയായിരിക്കും. ഡിസ്റ്റൻസിങ് ഫ്രം ദ പാർട്ട്ണറിൽ നിന്ന് ദൂരെ പോകുന്ന അല്ലാതെ ഇതിന് വേറെ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഐ എം ടെല്ലിങ് ബേസ്ഡ് ഓൺ ജനറിക് ടേംസ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക, സെക്കൻഡ് യു നീഡ് ടു ഡിസ്റ്റൻസ് യുവർ സെൽഫ്, തേർഡ് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ വർക്ക് ചെയ്യണം,
ഫോർത്ത് ഫാമിലിയുടെ സപ്പോർട്ട് വേണം. ഫിഫ്ത്ത് യു ഹാവ് ടു മേക്ക് അപ്പ് യുവർ മൈൻഡ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് മൂവ് ഓഫ് ഫ്രം ദ റിലേഷൻഷിപ്പ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങളുടെ നല്ലോണം നിങ്ങൾ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങളെ നല്ലോണം കെയർ ചെയ്യണം. ഈ ഒരു ഇഷ്യൂ നടന്നു അല്ലെങ്കിൽ ഈ ഒരു ഫേസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് യു ഷുഡ് നെവർ ഹേർട്ട് യുവർ സെൽഫ്. നിങ്ങൾ ആവുന്നത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളെ ഒരുപാട് കെയറോട് തന്നെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ദിസ് ഈസ് വൺ തിങ് ദറ്റ് ഐ വാണ്ട് ടു ടെൽ യു ഓൾ ബിക്കോസ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇംപോസിബിൾ. നിങ്ങൾ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾക്കിതിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ള ആഗ്രഹമുണ്ടോ, ടോക്ക് ടു സംവൺ. പിന്നെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഡിസിഷൻ പോലെ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കും. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ഇതുപോലൊക്കെ തന്നെയാണല്ലോ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതും പിന്നെ ഈ നാർസിസ്റ്റിക് വിക്ടിം സിൻഡ്രോം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും ഓൾമോസ്റ്റ് സെയിം ആണല്ലോ എന്ന് ചിന്തിക്കും. ഇവിടെ ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ്. ഓക്കെ, ഇതൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണെങ്കിലും ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ്. ഇതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ട്രോമ ബോണ്ടിങ്ങിലുണ്ടല്ലോ ദർ ഈസ് എ ഹൈറ്റൻ ലെവൽ ഓഫ് ഇമോഷൻസ്. അവിടെ കുറച്ച് എഫെക്ഷൻ, കെയർ അതൊക്കെ അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു നാർസിസ്റ്റിക് വിക്ടിമിനും ഈ ടോക്സിക് റിലേഷൻഷിപ്പിലും ഒരുപാട് ഡീഗ്രഡേഷനും ഹേർട്ട്ഫുൾ കോമൻസും ആൾക്കാരെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുക, നിങ്ങൾ ബിലിറ്റിൽ ചെയ്യുക, ഇതൊക്കെ ഉണ്ടാവും. സോ ദ ലെവൽ ഓഫ് ഇമോഷൻസ് ഉണ്ടല്ലോ, ദ ഇമോഷൻ ഹൈറ്റൻ സ്റ്റേജ് ഈ രണ്ട് കേസസിലും ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് പ്രൈമറിലി വൈ ഇതുപോലത്തെ ഒരു ട്രോമ ബോണ്ടിങ്ങിലുള്ള ആൾക്കാർക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്തത്. Okay, so if at all you are going through this, first thing, talk to someone and then seek help if needed. And I wish you all the best. Idilonnum pedikenda avashyamilla. Definitely, if you love yourself the most, you can definitely bring solutions to most of your problems. Okay, clinical allatha either issue aanengilum I'm saying hardcore clinical issue which require medication and therapy, അതുപോലെ അല്ലാത്ത ഏതൊരു ഇഷ്യൂ ആണെങ്കിലും നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ we can come out of situations. So അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്കിത് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഇറ്റ്. ഇത് ആർക്കെങ്കിലും യൂസ് ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ഷെയർ ഇറ്റ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. Thank you so much for joining in and you have a wonderful day.